ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? കാര്യമുണ്ട് പറയാം. വാ. എന്താടാ? ദേ കണ്ട സന്ദീപ് വാചസ്പതി നോക്കൂ, നമ്മൾ അമേരിക്കയെ ഒന്ന് താരതമ്യം ചെയ്യാം. നമ്മുടേത് പോലെ ഒരു ഡെമോക്രസിയാണല്ലോ. അവിടെ സർക്കാരിനെതിരെ നിരന്തരമായി വാർത്ത കൊടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ, സർക്കാരിനെ ക്രിട്ടിക്കലായി കാണുന്ന മാധ്യമ പ്രവർത്തകർ, സെലിബ്രിറ്റീസ്, അവിടുത്തെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ കഴിഞ്ഞ ഭരണകൂടത്തെ ഏത് നിലയിൽ എത്ര നിശിതമായി വിമർശിച്ചു എന്ന് നമുക്കറിയാം. ഇവിടെ എല്ലാവരും ലൈനിൽ വരണം എന്ന് നിർബന്ധം പിടിക്കുകയല്ലേ സർക്കാർ. ഇവിടുത്തെ സെലിബ്രിറ്റികളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, മാധ്യമങ്ങളിൽ തന്നെ സർക്കാരിന്റെ ലൈനിന് ഒപ്പിച്ച് വരാത്ത ആളുകളാണ് ഇപ്പോൾ ഈ കേസ് നേരിടുന്നത്. ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റിക്കെതിരെ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താലും ഒരു ചുക്കും സംഭവിക്കാനില്ല, കാരണം അവരിവിടെ അല്ല. പക്ഷേ ഇവിടെ ഉള്ള മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമെതിരെ ദ കാരവൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരും കേസ് നേരിടുന്ന അവസ്ഥയിലാണ്. വയറിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ സർക്കാരിനെ അലോസരപ്പെടുത്തുന്ന ആളുകളെ എല്ലാം ഞങ്ങൾ കൊളോണിയൽ കാലത്തെ നിയമങ്ങൾ ചുമത്തി അങ്ങ് നിശബ്ദമാക്കി കളയും എന്ന സമീപനമല്ലേ? അഭിലാഷേ, രാജ്യത്ത് എത്ര മാധ്യമങ്ങളുണ്ട് അഭിലാഷേ? അഭിലാഷ് അറിയില്ലേ? എത്ര ചാനലുകളും എത്ര പത്രങ്ങളും ഓൺലൈനുകളും ഉണ്ട്? എനിക്കറിയില്ല. വൈ കാരവൻ ആൻഡ് വയർ? എന്താ അതിന് മറുപടി പറയാത്തത്? അഭിലാഷേ, യാതൊരു തർക്കവും അക്കാര്യത്തിൽ. എന്ത് പറഞ്ഞു അയാൾ? ആനന്ദ് പറഞ്ഞ എന്താണെന്നറിയോ? ഇവിടെ രാജ്യത്ത് വയറും കാരവനും മാത്രമേ നരേന്ദ്രമോദിക്കെതിരെ നിലപാടെടുക്കുന്നുള്ളൂ. മീഡിയ വണ്ണിന്റെ ഫ്ലോറിൽ ഇരുന്നാണ് അദ്ദേഹം ഇത് പറയുന്നത്. മീഡിയ വണ്ണിന്റെ സ്റ്റാൻഡ് എന്താ? ഈ രാജ്യത്ത് കേരളത്തിൽ ഏതൊരു മാധ്യമ സ്ഥാപനം ദേശീയ മാധ്യമങ്ങളുടെ നിരോധിച്ചത് കയ്യിലിരിപ്പ് കൊണ്ടാണല്ലോ. കയ്യിലിരിപ്പ് എന്താണെന്നൊക്കെ അറിയാലോ. കയ്യിലിരിപ്പ് കൊണ്ടാണ് അതവിടെ നിൽക്കാം. ഏത് കയ്യിലിരിപ്പ്? അത്രയ്ക്ക് കണ്ട ആവശ്യമില്ല. നമുക്ക് രണ്ടുപേർക്ക് അറിയാം കയ്യിലിരിപ്പ് മോശമായിരുന്നു. കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ വായിക്കാം. While covering the Delhi riots, you were critical of the RSS എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അതെ, അത് ഒരു മോശം കയ്യിലിരിപ്പാണെങ്കിൽ വളരെ അഭിമാനകരമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. അല്ലെന്നേ അഭിലാഷേ, അത് അങ്ങനെയാണെന്നേ. ഈ നമ്മൾ നാട്ടുഭാഷ ചില കാര്യങ്ങൾ പറയും. നാർന്നതും മണക്കുന്നതും തിരിച്ചറിയാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് അത് അഭിമാനമാണെങ്കിൽ വെച്ചോളൂ. രാജ്യദ്രോഹ അഭിമാനമാണെങ്കിൽ നിങ്ങൾ വെച്ചോളൂ. അത് വളരെ അഭിമാനകരമാണ്.